ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ആക്ടേഴ്സിൽ ഏറ്റവും മികച്ച ടോപ്പ് 20 വരുന്ന ആരൊക്കെയാണ് നമുക്ക് നോക്കാം. 18 നമ്മുടെ നടുപ്പിൽ നായകൻ സൂര്യ. ഞാൻ സൂര്യ 18ാം സ്ഥാനത്ത് കൊണ്ടുവച്ചതിൽ പലർക്കും ഇതിനകത്ത് യോജിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഞാൻ സൂര്യ 18ാം സ്ഥാനത്ത് കൊണ്ടുവെക്കാൻ കാരണം സൂര്യ ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റും പുള്ളിയുടെ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് സക്സസും കൊണ്ടാണ്. പുള്ളിയുടെ ആക്ടിംഗ് ലെവലൊക്കെ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഈ ലിസ്റ്റിലുള്ള പല നടന്മാരെക്കാളും കൂടുതലാണ് പുള്ളിയുടെ ആക്ടിംഗ്. ഇത് ആക്ടിംഗ് ബേസിലുള്ള ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ ടോപ്പ് 5ൽ സൂര്യ എന്തായാലും ഉണ്ടായേനെ. സൂര്യയുടെ ഭാഗത്തുനിന്ന് അവസാനം വന്ന സിനിമയായിരുന്നു കങ്കുവ. ആ സിനിമയുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരുന്നു ഞാൻ പറയണ്ടല്ലോ. കങ്കുവയുടെ ബഡ്ജറ്റ് തന്നെ 300-350 കോടിയോളം രൂപയായിരുന്നു. പക്ഷേ സിനിമ കളക്ട് ചെയ്തത് വെറും 100 കോടിയായിരുന്നു. സിനിമ സൂര്യയുടെ കരിയറിലെയും ആ വർഷത്തെയും ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരുന്നു. ഐ മീൻ ദുരന്തം. വരുന്ന മെയ് 14-ാം തീയതി സൂര്യയുടെ കറുപ്പ് റിലീസിന് എത്തുന്നുണ്ട്. ഇതിലൂടെ പുള്ളിക്ക് ഒരു കമ്പാക്ക് കിട്ടിയ ഇതായിരിക്കും പുള്ളിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തലപതി വിജയ് വരെ ഇപ്പൊ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാൻ പോവാണ്. ഒരു സമയത്ത് വിജയ്ക്കും അജിത്തിനും കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന മുതലായിരുന്നു നമ്മുടെ സൂര്യ. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് പുള്ളിക്ക് ഒരു കമ്പാക്ക് കിട്ടിയ പുള്ളിക്ക് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടാനില്ല. പല പുതുമുഖ നടന്മാർ 200-300 കോടി നേടുമ്പോൾ സൂര്യ ഇതുവരെ 200 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ അച്ചീവ് ചെയ്തിട്ടേ ഇല്ല. കറുപ്പിലൂടെ 200 കോടി ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഞാനൊരു വിജയ് ഫാൻ ആണെങ്കിൽ പോലും ഞാൻ സൂര്യയുടെ കമ്പാക്കിനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സൂര്യയുടെ കമ്പാക്കിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്ത് വെച്ചേക്കും. ഇതിന്റെ ഫുൾ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറി കാണുക.